തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് സത്യത്തിൽ ജനങ്ങളുടെ ശക്തമായ ഒരു രോഷപ്രകടനമാണ്. ഈ ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾക്കെതിരെ അവരുടെ ശക്തമായ പ്രതിഷേധമാണ് ഈ സമ്മതിദാന അവകാശത്തിലൂടെ ജനങ്ങൾ വിനിയോഗിച്ചത്. ഇത്ര വലിയ ഒരു വിജയം UDF-നും അതിനേക്കാൾ വലിയൊരു പരാജയം LDF-നും കേരളത്തിലുണ്ടായത് അതുകൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ 10 വർഷമായി നിരന്തരമായ വാഗ്ദാന ലംഘനങ്ങൾ, കെടുകാര്യസ്ഥത, ഏത് പ്രവർത്തനങ്ങളിലാണെങ്കിലും അഴിമതിയുടെ മുഖമുദ്ര, ഇതെല്ലാം കൊണ്ട് വശം കെട്ടിരിക്കുകയാണ് കേരളീയർ. അപമാനഭാരത്താൽ തല ഉയർത്തി നടക്കാൻ പോലും കേരളീയർക്ക് കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഇടതുമുന്നണിക്കാണെന്ന് വ്യക്തമാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഈ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പോലുള്ള ത്രിതല സംവിധാനങ്ങളിൽ നിന്ന് പോലും മാറ്റി നിർത്തണമെന്ന് ജനങ്ങൾ തീരുമാനിക്കുകയും ചെയ്തതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും കാതലായ വശം. UDF അവരുടെ ചിന്തകൾക്കൊപ്പം നിന്നു, അവരുടെ ചിന്തകൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ സഹായിച്ചു എന്ന് മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളൂ. UDF-ലെ ഐക്യവും കെട്ടുറപ്പും ഏക മനസ്സോടുകൂടിയുള്ള ചടുലമായ പ്രവർത്തനങ്ങളും ഈ വിജയത്തിലേക്ക് നയിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അല്ല, ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി അല്ലല്ലോ അത് ബാധിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ പൊതു മനസ്സിനെയല്ലേ, മതേതര കേരളത്തിനെയല്ലേ. കാരണം വികസന പ്രവർത്തനങ്ങളോ ജനക്ഷേമ പ്രവർത്തനങ്ങളോ മുന്നിൽ വെച്ച് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് വിദ്വേഷവും വർഗീയതയും ജാതി സ്പർദ്ധയുമൊക്കെ കൊണ്ടുവന്ന് ജനങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ട് നേടാമെന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശ്രമമാണ് വെള്ളാപ്പള്ളിയെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കേരളം കണ്ടത്. കേരളത്തിലെ മതേതര ചിന്തയുള്ള മുഴുവൻ മനുഷ്യരും അതിനെതിരെയുള്ള അവരുടെ പ്രതിഷേധം അടക്കി വെക്കുകയും ഒരു സന്ദർഭം കിട്ടിയപ്പോൾ അത് ശക്തമായി ഉപയോഗിക്കപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ സ്വന്തം വാർഡിൽ പോലും അദ്ദേഹത്തിൻ്റെ പിന്തുണച്ച സ്ഥാനാർത്ഥി, LDF-ൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു പോയത്. അതൊക്കെ വ്യാജ പ്രചാരവേലകളാണ്. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാനുള്ള കുൽസിത ശ്രമത്തിൻ്റെ ഭാഗമാണ് LDF-ൻ്റെ അത്തരം പ്രചാരവേലകൾ. മറിച്ച് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലൊക്കെ ഇപ്പോഴും ഫോൺ വന്നുകൊണ്ടിരിക്കുക. SDPI-യുമായിട്ടായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി സഖ്യം ചെയ്തിരുന്നത്. PDP അവരുടെ പരസ്യമായ സഖ്യ കക്ഷിയാണ്. ഇപ്പോൾ ഇന്നലെ മലപ്പുറം ജില്ലയിൽ പലയിടത്തും PDP-യുടെ കൊടി കൂട്ടിക്കെട്ടിക്കൊണ്ടാണ് CPM-ന് അപൂർവമായി പറന്ന പ്രദേശങ്ങളിൽ പോലും കൂടിമാറിയത്. അപ്പോൾ PDP-യുമായും SDPI-യുമായുള്ള പരസ്യമായ ബാന്ധവം മറച്ചു വെക്കാനാണ് ഇല്ലാത്ത ജൽപ്പനങ്ങളുമായി ഇടതുമുന്നണി വന്നത്. അല്ല, വെൽഫെയറിൻ്റെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള സഹകരണമാണല്ലോ എനിക്ക് ഗുണം ചെയ്തത്. ജനങ്ങളുടെ വികാരവും UDF-ൻ്റെ അഭിപ്രായവും ഒന്നിച്ചു നിന്നു, അതാണ് ഗുണം ചെയ്തത്. അതിൽ UDF-ൻ്റെ ഘടകകക്ഷികളെപ്പോലെ തന്നെ ഞങ്ങൾക്ക് പ്രാദേശികമായി പിന്തുണ നൽകിയിരുന്ന മറ്റെല്ലാ വിഭാഗങ്ങളും അതിൽ ഉൾപ്പെടും. ധാരാളമായിട്ട് പണ്ട് ശബരിമലയുടെ ആചാരങ്ങളെ തകർക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിച്ചപ്പോഴാണ് അവർക്ക് ഒരു ദയനീയ പരാജയം ഉണ്ടായത്. ഇപ്പോൾ അത് ആവർത്തിക്കുകയാണ്. ഇവിടെ വിശ്വാസ ആചാരങ്ങളെയല്ല, മോഷണം. അവരുടെ മുഖമുദ്ര, LDF-ൻ്റെ മുഖമുദ്ര അഴിമതിയാണ്. ആ അഴിമതി എല്ലാ പരിമിതികളും ലംഘിച്ചുകൊണ്ട് പരിശുദ്ധമായ പരിപാവനമായ സന്നിധാനത്ത് പോലും ഭീമമായ കൊള്ള നടന്നു. അറിഞ്ഞുകൊണ്ട് മിണ്ടാതിരുന്നു. 2018-19 നടന്ന കൊള്ള മറച്ചു വെച്ചു. 2024 വീണ്ടും അത് ആവർത്തിക്കാൻ പോകുമ്പോഴാണ് പുറത്ത് ജനം അറിയുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ട് അത് മറച്ചു വെക്കുകയും അത് നടത്തിയ ആളുകളെ സംരക്ഷിക്കുകയും ചെയ്യാണ്. 2-3 ആഴ്ചയായി ഇടതുമുന്നണിയുടെ CPM-ൻ്റെ ഉന്നതരായ നേതാക്കൾ ജയിലിലാണ്. അവർ ചെയ്ത കുറ്റം, അവർ ജയിലിലായിട്ട് പോലും അവർ ചെയ്ത തെറ്റിനെ തള്ളിപ്പറയാനോ അവരെ പാർട്ടി ഒരു യോഗത്തിലെങ്കിലും അവർ ഇനി സംബന്ധിക്കേണ്ട എന്ന് പറയാനോ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറായിട്ടില്ല. അപ്പോൾ കള്ളന്മാരെ സംരക്ഷിക്കുകയും കള്ളത്തരം നടത്തുകയും അതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ഇടതുമുന്നണിയുടെ നിലപാടാണ് ജനങ്ങളെ അവർക്കെതിരായി വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. സമസ്ത തന്നെ നേരത്തെ നിലപാടെടുത്തിരുന്നു ജമാഅത്തായിട്ടുള്ള സഖ്യത്തിൽ. ഇനിയും അതൊക്കെ പറഞ്ഞ് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു, അപ്പോൾ പറഞ്ഞു പിന്നെ ക്ഷേത്രത്തിലെ പാട്ടുത്സവത്തിന് കാണാം. അത് പറഞ്ഞ് ഇപ്പോൾ ഈ പാട്ടുത്സവം നടന്നു, ഇനിയിപ്പോൾ നിയമസഭയിൽ കാണാമെന്ന് നിങ്ങൾ പറഞ്ഞോ?
നിങ്ങളെ സന്തോഷത്തിൽ നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചോ. മുസ്ലിം ലീഗിന് അതൊന്നും ബാധകമല്ല എന്നത് എല്ലാ തെരഞ്ഞെടുപ്പുകളും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എവിടെ നിന്നാണ് നിങ്ങൾക്ക് ബോധ്യമാവേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ബോധ്യമാവാത്തത് കൊണ്ടല്ല, പുതിയത് എന്തെങ്കിലും കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഒന്നും കിട്ടൂല. പൊന്മുണ്ടത്തെ സ്ഥിതിവിശേഷം എങ്ങനെയായിരുന്നു? പൊന്മുണ്ടത്ത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ പ്രതിഷേധം മുസ്ലിം ലീഗിനുണ്ട്. യു ഡി എഫിലെ ഒരു ഘടകകക്ഷി എൽ ഡി എഫുമായി സഖ്യം ചെയ്ത് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ യു ഡി എഫ് മര്യാദകൾക്കെതിരാണ്. അതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നാലും അതിന് യു ഡി എഫിൽ നടപടി വേണം. ഞങ്ങളത് ആവശ്യപ്പെടും. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നേരിട്ടല്ലോ, വേറെ നിലക്കാം. അത് യു ഡി എഫിൻ്റെ പൊതു തീരുമാനമൊന്നുമല്ല. പരാജയപ്പെടുത്തിയത് ഇത്രയും വലിയ വിജയം നേടുമ്പോഴും ആ ഒരു സീറ്റിൽ മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തിയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ സി പി എമ്മുമായി സഖ്യം ചെയ്ത് മത്സരിച്ചു. അത് യു ഡി എഫ് ഞങ്ങൾ ഉന്നയിക്കും, യു ഡി എഫിലും ആവശ്യപ്പെടും. എന്താണ് വരുന്നതെന്ന് നമുക്ക് കാണാം. അത് വെറുതെ വിടാൻ മുസ്ലിം ലീഗ് തയ്യാറല്ല. അത്തരം നടപടികൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് മുന്നണി മര്യാദകൾക്കും രാഷ്ട്രീയ മര്യാദക്കും എതിരാണ്. അതിനെതിരെ മുസ്ലിം ലീഗ് ശക്തമായി പ്രതികരിക്കേണ്ടവിടത്ത് പ്രതികരിക്കും. ജില്ലാ കമ്മിറ്റി നേരത്തെ നിലപാടെടുത്തില്ലേ? അതായത് അവർക്കെതിരെ നടപടി എടുത്തിട്ടില്ലേ? അല്ല, അതിന് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചിട്ട് യു ഡി എഫിൽ അവതരിപ്പിക്കും. ഈ എം.എം. മണീന് കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ്താവന ഉണ്ടായി. അതെങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, അത്തരം ആളുകൾ ഇടതുമുന്നണിയിൽ ധാരാളം വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ല, അത് ഇപ്പോഴും ഒന്നുമല്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, അപ്പോഴും റിസൾട്ട് വന്നിട്ടുണ്ട്, അപ്പോഴും ഭൂരിപക്ഷങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അത് എന്താണ് എന്നുള്ളത് ആർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ അതുപോലും ഇപ്പോൾ തീർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങളൊക്കെ തന്നെ അപ്രസക്തമാണ്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിൻ്റെ നിലപാടുകളുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോകും. അത് യു ഡി എഫുമായി സഹകരിച്ച് മുന്നോട്ട് പോകും. ആ സഹകരണം പൂർണ്ണമായും ഐക്യത്തോടും കെട്ടുറപ്പോടും കൂടി നിലനിൽക്കണം എന്ന് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു സെമി ഫൈനൽ എന്ന് പറഞ്ഞിരുന്നു. ഫൈനൽ ഇതിനേക്കാളും ഗംഭീരമാവോ? എന്താ സംശയം? ഫൈനൽ ഇത്തവണ ഇങ്ങനെയാണെങ്കിൽ ഈസി വാക്ക് ഓവർ ആയിരിക്കും. ഈ എം.എം. മണീന്റെ പ്രസ്താവന വ്യക്തിപരമാണെന്നുള്ള അഭിപ്രായമുണ്ടോ? അല്ലെങ്കിൽ പാർട്ടിക്കകത്തെ അഭിപ്രായമാണെന്നുള്ളതാണ്? അത് എം.എം. മണി ചില്ലറക്കാരനല്ലല്ലോ. മുൻ മന്ത്രിയാണ്, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, പാർട്ടിയിലെ ഉയർന്ന നേതാവാണ്, പത്മകുമാറിനെ പോലെ തന്നെ. അപ്പോൾ അവരുടെയൊക്കെ പ്രസ്താവനകളെ എതിർക്കുന്നില്ല, തള്ളിപ്പറയുന്നില്ല. പാർട്ടിക്ക് അതുമായി ബന്ധമില്ല എന്ന് പോലും പറയാൻ ഉത്തരവാദിത്തപ്പെട്ട CPM നേതാക്കന്മാർ തയ്യാറാകുന്നില്ല. അപ്പോൾ ഇവരൊക്കെ ആലോചിച്ചുറച്ചുകൊണ്ടാണ് ജനങ്ങൾക്കെതിരെ ഇത്തരം എന്താ പറയുക അപകീർത്തികരമായ ജുഗുപ്സാവഹമായ പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തെക്കൻ ജില്ലകളിൽ മുസ്ലിം ലീഗിന് മത്സരിക്കാൻ കിട്ടിയ സീറ്റുകൾ വളരെ പരിമിതമായിരുന്നു. പക്ഷേ ആ കിട്ടിയ സീറ്റുകളിലൊക്കെ ഞങ്ങൾ വിജയിച്ചു. 77% മുസ്ലിം ലീഗിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ. മലബാറിലെ കണക്ക് നിങ്ങൾക്കറിയാൻ ഞാൻ പറയേണ്ടില്ല. മലപ്പുറം ആയിരുന്നാലും കോഴിക്കോടായിരുന്നാലും കണ്ണൂരും കാസർഗോഡും വയനാടും ഒക്കെ സംഭവിച്ചത് നിങ്ങൾ കണ്ടതാണ്. തെക്കൻ ജില്ലകളിൽ മുസ്ലിം ലീഗിന് അഭൂതപൂർവമായ വിജയം കിട്ടിയത്. ഞങ്ങൾക്ക് കിട്ടിയ സീറ്റുകളിൽ പരമാവധി വിജയിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ വളരെ 2-3 ദിവസം തുടർച്ചയായിട്ട് പറഞ്ഞതാണ് മുസ്ലിം ലീഗിന് ജില്ലാ പഞ്ചായത്തിൽ നിങ്ങൾ മറച്ചു വെച്ചു, മുസ്ലിം ലീഗിന് തെക്കൻ ജില്ലകളിൽ സീറ്റില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഉദ്ദേശിച്ചത് പിന്നെ ജില്ലാ പഞ്ചായത്തായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ 4 സീറ്റാണ് കിട്ടിയത് തെക്കൻ ജില്ലകളിൽ. അതിലും 3 ഞങ്ങൾ ജയിച്ചു. തിരുവനന്തപുരത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ ജയിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ഞങ്ങൾ മത്സരിച്ച 2 ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ ജയിച്ചു. കൊല്ലത്ത് മാത്രമാണ് ചെറിയ വോട്ടിന് ഞങ്ങൾ തോറ്റുപോയത്. അപ്പോൾ അത് ജില്ലാ പഞ്ചായത്ത്. കോർപ്പറേഷനുകൾ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ടിന് വിജയിച്ചത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ്. കൊല്ലം കോർപ്പറേഷനിൽ, അതുപോലെ തന്നെ കൊച്ചിയിൽ, ഇവിടെയൊക്കെ അഭൂതപൂർവമായ വിജയം കിട്ടി. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ തവണ പത്തനംതിട്ട ജില്ലയിൽ ഞങ്ങൾക്ക് ഒരു സീറ്റിലും ജയിക്കാൻ കഴിഞ്ഞില്ല. ഒരു ജില്ലയിൽ ഇത്തവണ അവിടെയുള്ള പത്തനംതിട്ട മുനിസിപ്പാലിറ്റി, അടൂർ മുനിസിപ്പാലിറ്റി, പന്തളം മുനിസിപ്പാലിറ്റി, അവിടെയുള്ള മുഴുവൻ മുനിസിപ്പാലിറ്റികളിലും മുസ്ലിം ലീഗിൻ്റെ പ്രാതിനിധ്യം ഉണ്ടായി. പന്തളത്ത് BJPയുടെ ഭരണം ഒഴിവാക്കാനും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ അവിടെ സാധിച്ചിട്ടുണ്ട്. അത് പരാജയത്തിൽ വിഭ്രാന്തി പൂണ്ട ആളുകൾ പിന്നെ ജനങ്ങൾക്ക് നേരെ ആക്രമണം അയച്ചുവിടുക. കണ്ണൂർ മാത്രമല്ല, ഇന്നലെ വടകര താലൂക്കിൽ കുറ്റ്യാടി മണ്ഡലത്തിലെ ഏറാമല പഞ്ചായത്തിലൊക്കെ ഉണ്ടായി പരാജയം. പൊഞ്ചിയത്തും ഏറാമലയിലൊക്കെ അവർ രുചിച്ചുകൊണ്ടിരിക്കുന്ന പരാജയം അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ജനാധിപത്യത്തിൽ വിജയവും പരാജയമൊക്കെ ഉണ്ടാവില്ലേ? ഒരു ജനാധിപത്യ മര്യാദ കാണിക്കണ്ടേ? വ്യാപകമായ അക്രമമാണ് വടകര താലൂക്കിലെ പല ഭാഗത്തും ഇന്നലെ അയച്ചുവിട്ട് കണ്ണൂർ ജില്ലയിലും. അതൊക്കെ നിയന്ത്രിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനാണ്. പക്ഷേ പോലീസ് നോക്കുകുത്തിയായി നിൽക്കുകയായിരുന്നു.
പോലീസ് നിശബ്ദമായി ഈ അക്രമകാരികൾക്ക് പിന്തുണ നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് അവരുടെ ഈ ഇപ്പോൾ തന്നെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുമുന്നണിയുടെ നാശത്തിൻ്റെ അവസാനമായിരിക്കും എന്നാണ് അവരെ ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ല, അതൊക്കെ ഭാവിയിൽ ഞങ്ങൾ പാർട്ടി ആലോചിച്ചിട്ടൊക്കെ നാളെ ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി ചേരുന്നുണ്ട്. ആ കമ്മിറ്റി ആലോചിച്ചിട്ട് ഭാവി പ്രവർത്തനങ്ങളൊക്കെ ആലോചിക്കും.